ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സേമിയ വെച്ചിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. സേമിയ കേസരി. ഇത് നല്ല ടേസ്റ്റാണ്, കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ഒരുപാട് ചേരുവകളും കാര്യങ്ങളും ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കിയെടുക്കാം. 2-3 അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചെടുത്ത് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കോരിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ആ ഒരു നെയ്യിലേക്ക് തന്നെ 2 കപ്പ് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. തീ കുറച്ച് വെച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. 2 കപ്പ് പറയുമ്പോൾ 200 ഗ്രാം ഉണ്ടാവും. ചെറിയ തീയിലിട്ട് വേണം വറുത്തെടുക്കാൻ. പായസത്തിന് വറുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വറുത്തെടുക്കണം. കേസരി കഴിക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ട് കളർ മാറിയിട്ട് ഒരു ഗോൾഡൻ കളർ വന്നാൽ മതി. ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പാനിലേക്ക് തന്നെ ആദ്യം നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളവും പാലും തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ച സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. വറുത്തിട്ടുള്ള സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ സമയത്ത് ഇതിലേക്ക് 2 നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഒരു ടേസ്റ്റ് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്കുള്ള പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർക്കണ്ട. അത്യാവശ്യം വെന്ത് വന്നതിന് ശേഷം പഞ്ചസാര ചേർത്താൽ മതി. പിന്നെ കേസരിക്ക് കളർ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കളറുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് നല്ലോണം കുറുകി വന്നോട്ടെ. നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ചേർത്ത് മിക്സ് ആക്കിയെടുക്കാം. എന്നിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവി എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം ചൂടാറുന്നതിന് മുമ്പ് ആ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് അത് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എല്ലാം നല്ലതുപോലെ കറക്റ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട് കഴിക്കാൻ. എന്നിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.